മസാല ബോണ്ട് വിഷയത്തിൽ ഇ.ഡി. നോട്ടീസ് അയച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ദൃശ്യങ്ങളാണിത്. മസാല ബോണ്ടിനെ കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ പറഞ്ഞതാണ്, വികസനത്തിന് കിഫ്ബിയുടെ ആവശ്യമില്ല. ഇവിടെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല കിഫ്ബി. ഇതൊരു സംവിധാനം കൊണ്ടുവന്ന് കടം വാങ്ങി അവസാനം സംസ്ഥാനത്തിനെ കടക്കണിയിലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പിന്നെ ഇ.ഡിയുടെ നോട്ടീസിന് ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇ.ഡി നോട്ടീസ്. ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇ.ഡിക്കാരും പൊക്കിക്കൊണ്ടുപോയത്. ഇവിടെ പൊക്കില്ല. ഇവിടെ ഇടയ്ക്ക് ഒന്ന് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ നോട്ടീസ് അയച്ചു കൊടുക്കും. ആ നോട്ടീസിന് കടലാസിൻ്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതിൽ നടന്ന കാര്യങ്ങളൊക്കെ സുതാര്യമല്ല. വ്യക്തമായി ഈ സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി ജനത്തിനോട് മറുപടി പറയണം. ഇ.ഡിയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ജനത്തിനോട് മുഖ്യമന്ത്രി മറുപടി പറയണം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയം ഇ.ഡി അല്ലാതെ മറ്റേതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ടോ? അതെ, അത് ഭാവിയിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം. 2026 അത് അതെ, 2026 ഞങ്ങൾ അന്വേഷിച്ചോളാം. ഇപ്പൊ ഇ.ഡി ആയാലും ബുദ്ധിമുട്ടുണ്ട്. ഇ.ഡിയുടെ ഒപ്പം തന്നെ മറ്റൊരാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. അതിന് പോലീസിന്റെ കഴിവുകളെന്ന് ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ അയാളെ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ. അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താ പോലീസിൻ്റെ കാര്യം? അവർ പോയിട്ട് പിടിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കും. എവിടെയാണെന്ന് പിടിക്കേണ്ട പോലീസിൻ്റെ ചുമതല. അവനവൻ്റെ കഴിവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ഒരു പിന്തുണയും നൽകില്ല. അതേ പാർട്ടിയുടെ ആരുമല്ല. അതിനൊക്കെ ആര് വിലവയ്ക്കുന്ന സൈബർ ആക്രമണം എന്നെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആര് വേണ്ടിയ ഞാൻ നോക്കാറില്ല. ഏതാ അത് ഞാൻ പറയാം. ഈ സൈബർ ആക്രമണം നടത്തുന്നവർ സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ്. നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക. ഈ സൈബർ ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ പൊക്കി. അത് മറ്റേ നിങ്ങൾ പറയുന്ന മറ്റേ വിദ്വാനല്ല, വേറൊരു വിദ്വാനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്താ സുപ്രീം കോടതിയിൽ ജാമ്യം കിട്ടിയത്ര. ഇവരെ പൊക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പ്രവൃത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം. ഏതായാലും ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല. നേരിട്ട് വിമർശിക്കുന്നതിന് പകരം ഇപ്പം ഞങ്ങളൊക്കെ പൊതുയോഗത്തിലൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട്. അതിന് ഒരു സൈബറിൻ്റെ ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല. ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വയ്ക്കാൻ? ചില സൈബറുകാരുടെ ഡയലോഗ് കേട്ടാൽ തോന്നും പീഡനം അവരുടെ അവകാശമാണ്. ആ കാര്യം മൈൻഡ് ചെയ്യാം. പോയി പണി നോക്കട്ടെ. അതെ, അത് ഞാൻ പറഞ്ഞത്, അവർക്ക് ബസ് തടയാം, എന്തും ചെയ്യാം, കല്ലെറിയാം. എന്നാൽ KSRTCയിലെ UDFകാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല. അതൊക്കെ പിണറായി സത്യത്തിൻ്റെ ഭാഗമാണ്. ഈ കേസ് അതോടൊപ്പം അവസാനിക്കൊന്നുമില്ല. ഭാവിയിലും ഇതിനൊക്കെ മാറ്റം ഉണ്ടോ, അത്രേ പറയുന്നുള്ളൂ. മസാല ബോണ്ട് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ഇപ്പോൾ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും കൂടാതെ ഭർത്താവ് സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള വിശദീകരണമായിരുന്നു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.